അച്ചുവിന്റെ റിസൾട്ട് നമുക്ക് ഇന്ന് അറിയാം. അച്ചുവിന് എത്ര എ പ്ലസ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത്? 2 മലയാളം ഇംഗ്ലീഷും 1 അച്ചു പാസ്സായാൽ മതി എന്നാണ് എന്റെ ഏക ആഗ്രഹം. ഒരു 3 അല്ലെങ്കിൽ 4 എ പ്ലസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അച്ചു സ്വന്തം മോളെ അച്ചുവിന്റെ പാസ്സായോ? എത്ര എ പ്ലസ് കിട്ടും? എ പ്ലസ് ഇല്ലൊന്നും ഞാൻ പറയില്ല, പാസ്സായാൽ അച്ചുവിന് എത്ര എ പ്ലസ് കിട്ടും ഞങ്ങളൊരു വിശ്വാസം? പറയും, ഞാനൊരു ഗസ്. എത്ര എ പ്ലസ് കിട്ടും ഞങ്ങളൊരു പ്രതീക്ഷ? ഫുൾ എ പ്ലസ് ആയിക്കോട്ടെ. 5 എ പ്ലസ് കിട്ടും. 5 എ പ്ലസ് എന്തെങ്കിലും ഒന്ന് പറയണോ? ഇത് അപ്പുറത്ത് പോയി കാലിട്ടിരിക്കാൻ പറ്റൂല. അച്ചുവിന് 5 എ പ്ലസ് കിട്ടുന്നതാണ് എന്റെ പ്രതീക്ഷ. പക്ഷെ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു പ്രതീക്ഷ തോന്നിയ ഫുൾ എ പ്ലസ്. അവനൊക്കെ ഫുൾ ഞാൻ മുടി കൊണ്ട 3 എ പ്ലസ് അത് മതി. അത് കിട്ടിയാ മതി. പറയും മാമ, എത്ര എ പ്ലസ് ഉണ്ട്? അല്ലെങ്കിൽ പാസ്സായാൽ മതിയോ? കാത്തിരിപ്പിന് കറക്റ്റിടാ പറഞ്ഞില്ലേ, അതിനെപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇപ്പം. കാരണം റിസൾട്ടിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമുള്ളൂ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്താവും റിസൾട്ട് എന്ന്. പക്ഷെ ഇപ്പൊ ആവില്ലല്ലോ, കാരണം മാം ഇപ്പോൾ എത്ര ആൾക്ക് എ പ്ലസ്, എത്ര ടോട്ടൽ എ പ്ലസ് കിട്ടി നോക്കുകയാണല്ലോ. സൈക്കാൻ വേണ്ട ഞങ്ങൾ ലാസ്റ്റ് ലാപ്ടോപ്പിൽ നോക്കിയിട്ട്, പക്ഷെ സൈറ്റ് കിട്ടുന്നില്ല. നല്ല ലാഗാണ് സൈറ്റ് വരുന്നത്. അച്ചു അവിടെ പേടിച്ചിരിപ്പുണ്ട്. അച്ചു എന്താ പ്രതീക്ഷ? കോപ്പോ കിട്ടില്ലടി. 06 കമ്മിങ് സോൺ എന്നാണ്. 4 മണിക്ക് ശേഷം എന്തായാലും തുറക്കാനുണ്ടാവുന്ന വെച്ച് നോക്കുമ്പോഴാണ് മാമന്റെ ആൻഡ്രോയിഡ് ഫോണിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതായിരുന്നു. അറ്റ്ലീസ്റ്റ് അച്ഛൻ അങ്ങനെ പാസ്സായിട്ട് ഞങ്ങൾ ആരും വിചാരിച്ചില്ല പാസ്സാവുന്നു. കാരണം ഫുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവൾ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. ക്ലാസ്സിൽ പകുതി മുക്കാലും ക്ലാസ് അവള് പോയിട്ടില്ല, പക്ഷെ അവള് പാസ്സായി. ഓള് കരല്ലേ വിജയശ്രീ ലാളിതയായിട്ടുള്ള സന്തോഷ കണ്ണീരാ. അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ബബ്ലിയാണ്, ചെറിയ സർപ്രൈസ്. ഇപ്പൊ തൽക്കാലത്തേക്ക് കുഞ്ഞു സർപ്രൈസ്. അപ്പൊ എന്താ പറയാനുള്ളത്? ആ വേഗം കത്തിയെടുത്ത് മുക്കി 4 ആക്കുക. അപ്പൊ നമ്മൾ എന്തിനാ പോണേ? മര്യാദ പറഞ്ഞു. കുറച്ച് കേക്ക് മുറിയും കുറച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഓവർ ലെങ്ത് ആവേണ്ട, നിങ്ങളെ ചടപ്പിക്കേണ്ട വെച്ചിട്ട് കുറച്ച് ആക്കിയിട്ടതായിരുന്നു. ഞങ്ങൾ ചെറിയൊരു സന്തോഷമായിരുന്നു നിങ്ങളെ മുന്നിലൂടെ പങ്കുവെച്ചത്. കാരണം ഞങ്ങൾ വിചാരിക്കാത്തൊരു പാസ്സാവലാണിത്. അതുകൊണ്ടാണ് പലർക്കും ഇത് വലിയ കാര്യമാണെന്നില്ല 2 A+ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കിത് വലിയ കാര്യമാണ്. കാരണം അവളെ ഒരു ബെസ്റ്റാണ് ചെയ്തത്. ജയിച്ച സന്തോഷത്തിന് മാമൻ്റെ വക നെയ്ച്ചോറും കോഴിക്കറിയും ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. ഇതും കഴിച്ചുകൊണ്ട് ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.